केरल की राजधानी तिरुवनंतपुरम में दृष्टिबाधित लोगों के लिए येलो कलर के टेक्टाइल पाथवे बनाए गए हैं ताकि वो शहर के फुटपाथों पर सुरक्षित चल फिर सकें। टेक्टाइल पाथवे तिरुवनंतपुरम स्मार्ट सिटी प्रोजेक्ट का हिस्सा है। इस प्रोजेक्ट के तहत राजधानी में सड़कों और हैंडरेल जैसे दूसरे इंफ्रास्ट्रक्चर को इंटरनेशनल स्टैंडर्ड्स की तरह ही बनाया जा रहा है। സ്മാർട്ട് സിറ്റിയിൽ നമുക്ക് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവണം എന്നുള്ളതാണ് സ്മാർട്ട് സിറ്റി. പ്രത്യേകിച്ച് കാഴ്ചപരിമിതിയുള്ളവർ കാഴ്ചപരിമിതിയുള്ളവർക്ക് മഞ്ഞ വര ടാക്റ്റൈൽ പാത നമ്മളിപ്പോൾ കണ്ട പോലെ ടാക്റ്റൈൽ പാത അടുത്ത് വേണം. വെച്ചാൽ കാഴ്ചപരിമിതർക്ക് സ്വതന്ത്രമായിട്ടും തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ പാകത്തിനുള്ളൊരു ടാക്റ്റൈൽ പാത വേണമെന്നുള്ളതാണ് സ്മാർട്ട് സിറ്റി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രീതിയിലും സ്മാർട്ടാവുക, ഡിസേബിലിറ്റി ഉള്ളവർക്ക് കൂടെ ഫ്രണ്ട്ലി ആകുന്ന രീതിയിലാണ് ആ സിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫുട്പാത്തിൽ ടാക്റ്റൈൽ പാത, അതുപോലെ വീൽ ചെയറിന് ഫ്രണ്ട്ലി ആയിട്ട് റാമ്പ്, പിന്നെ ഹിയറിംഗ് ചെവിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈനേജ്, അങ്ങനെ പല സിമ്പിൾ വേണമെന്നുള്ളതാണ്. दिव्यांग लोगों के लिए बनाए गए इन पाथवे का लोगों ने स्वागत किया है। दृष्टिबाधित लोगों का कहना है कि ये शहर को और एक्सेसिबल बनाने के लिए उठाया गया छोटा सा कदम है। നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്പാത്തിൽ ഉള്ള മരങ്ങൾ പരമാവധി മാറ്റുക എന്നുള്ളതാണ്. ഫുട്പാത്തിൽ തന്നെ മരങ്ങൾ അവിടെ തന്നെ വെക്കണമെന്നില്ല, നമുക്ക് മരം വേറെ പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ ഫുട്പാത്തിലുള്ള വണ്ടികൾ മിക്കവാറും ഇവിടെ സിറ്റിയിൽ കാണുന്നത് മിക്ക വണ്ടികളും പാർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് ഫുട്പാത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കാരണം നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാഴ്ചപരിമിതർക്കും വീൽ ചെയർ യൂസേഴ്സിനും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിലെ കൂടെ. അതേപോലെ ടെലിഫോൺ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്, പിന്നെ എർത്ത് വയർ, ഈ KCB എർത്ത് വയർ നിറച്ചും മിക്കവാറും പോയിരിക്കുന്നത് ഇവിടെ ഫുട്പാത്തിന് മുകളിലാണ്. പിന്നെ വണ്ടി കയറാണ്ടിരിക്കാൻ വെച്ചിരിക്കുന്ന ചങ്ങല, ആ ചങ്ങലയും നമുക്ക് തടസ്സമാണ്. दृष्टिबाधित लोगों की मदद के लिए टेक्टाइल पाथवे के अलावा कई और कदम भी उठाए गए हैं। इसमें रास्ते से पेड़, कूड़ेदान, वाहन, टेलीफोन और बिजली के खंभों को भी रास्ते से हटा दिया गया है।